ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം നിൽക്കുന്നു എന്ന തരത്തിൽ AI ചിത്രം പ്രചരിപ്പിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യൻ പോലീസ് കസ്റ്റഡിയിലായി. കലാപാഹ്വാനത്തിനാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സന്തോഷത്തോടെ അതിലെന്താ ബുദ്ധിമുട്ട്? കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പ് പ്രകാരമാണോ കേസെടുത്തിരിക്കുന്നത്? AI ചിത്രം തന്നെയാണോ ഇദ്ദേഹം പ്രചരിപ്പിച്ചത്? അല്പസമയം മുൻപ് ചേവായൂർ പോലീസ് നിർബന്ധിതമായി വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത എൻ സുബ്രഹ്മണ്യനെ ഇപ്പോൾ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ നേരെ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൻ സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം AI ചിത്രം മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം വെളിവാക്കുന്ന തരത്തിലുള്ള AI ചിത്രം പങ്കുവച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ടിട്ടുള്ള പരാതി. ആദ്യം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യം വെളിവാക്കിയതിന് പിന്നാലെ, അതായത് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ചേവായൂർ CI മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് എൻ സുബ്രഹ്മണ്യന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ വെച്ച് ചോദ്യം ചെയ്യലടക്കം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം അറസ്റ്റിന് തയ്യാറാകാതെ, കസ്റ്റഡിയിലെടുക്കാൻ തയ്യാറാകാതെ വരികയും ഈ പശ്ചാത്തലത്തിലാണ് പോലീസ് അദ്ദേഹത്തെ നിർബന്ധിച്ച് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം അറസ്റ്റ് വരിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സമാനമായ തരത്തിൽ ഈ ചിത്രം പങ്കുവച്ചിട്ടും അദ്ദേഹത്തിനെതിരെ കേസില്ല, തനിക്കെതിരെ മാത്രമാണ് കേസെടുത്തിട്ടുള്ളത് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ എൻ സുബ്രഹ്മണ്യൻ ഉന്നയിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും AI ചിത്രം പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടക്കം തന്നെ മുഖ്യമന്ത്രിയും നിൽക്കുന്നുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് വിഷയത്തിൽ ഇപ്പോൾ പോലീസ് നടപടികൾ കർശനമാക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈ എൻ സുബ്രഹ്മണ്യനെതിരെയുള്ള നടപടി. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് അദ്ദേഹം. ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ പോലീസിനെതിരെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തനിക്കെതിരെയുള്ള ഈ പരാതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പോലീസിന് ഒരു അമിത ധൃതിയുണ്ട്, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് തെരഞ്ഞെടുപ്പ് അടക്കം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളടക്കം മുന്നിൽ കണ്ടുകൊണ്ടുള്ള CPMന്റെ ഒരു തന്ത്രമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. എന്തായാലും ഏതാണ്ട് അരമണിക്കൂറോളം നേരം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പോലീസ് ഇദ്ദേഹത്തോട് കസ്റ്റഡിയിൽ വരാൻ ആവശ്യപ്പെടുകയും എന്നാൽ അദ്ദേഹം അതിന് തയ്യാറാകാതെ വന്നതോടുകൂടി അദ്ദേഹത്തെ നിർബന്ധിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് അദ്ദേഹം ആദ്യം ഒരു ഘട്ടത്തിലും തന്നെ ഈ ഇവർക്കൊപ്പം തന്നെ, അതായത് പോലീസ് സംഘത്തിനൊപ്പം പോകാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് താൻ ഒരു തരത്തിലുമുള്ള ഗുരുതരമായിട്ടുള്ള പിഴവ് തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. സുബ്രഹ്മണ്യനെതിരെ കേസെടുത്ത സംഭവത്തിൽ കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. മുഖ്യമന്ത്രി പൊതുപരിപാടിയിൽ പങ്കെടുത്ത നിരവധി ചിത്രങ്ങളുണ്ട്, അതിൽ 3 എണ്ണമാണ് താൻ ഷെയർ ചെയ്തത്. ഇതേ പടം രാജീവ് ചന്ദ്രശേഖർ ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസില്ല, തനിക്കെതിരെ മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. ഇത് പരാതിയില്ലാതെയാണ് കേസെടുത്തത്, സ്വമേധയാണ് പോലീസ് കേസെടുത്തത്. നിഖിൽ പരമേശാണ് വിവരങ്ങളുമായി ചേർന്നത്. ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് എൻ സുബ്രഹ്മണ്യനെ കൊണ്ടുപോയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.